നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിയത് ഇതുവരെ CPM നേതാക്കളൊന്നും തന്നെ പൂർണ്ണമായി സമ്മതിച്ചിട്ടില്ല. പ്രത്യേകിച്ചും കളമശ്ശേരിയിൽ തോറ്റ മുൻമന്ത്രി P. രാജീവ്. അദ്ദേഹം പലതരത്തിലുള്ള വാക്ധോരണികൾ കൊണ്ട് അതിനെയൊക്കെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ജനവിധി അല്ല, ഇത് താൽക്കാലികമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു പ്രതിസന്ധി മാത്രമാണ് എന്ന് പോലും തുറന്ന് സമ്മതിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇതൊരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുമ്പോഴും റിട്ടേണിംഗ് ഓഫീസറുടെ ഒരു എഴുത്തോ അല്ലെങ്കിൽ ഒരു ഒപ്പിട്ട് കൊടുത്ത ഒരു സംഭവം മാത്രമാണ് നടന്നത്. ഇത് ജനങ്ങൾ വോട്ട് ചെയ്യാതെ ജനങ്ങൾ ഇവരെ പുറത്താക്കി തോൽപ്പിച്ചതാണ് എന്ന യാഥാർത്ഥ്യം ഇതുവരെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും P. രാജീവിന് കഴിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. അദ്ദേഹം ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പക്ഷേ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള മുദ്രാവാക്യം പാളിപ്പോയി എന്ന് ഒടുവിൽ P. രാജീവിന് സമ്മതിക്കേണ്ടി വന്നു. എന്നാലും അതൊരു പൂർണ്ണ സമ്മതമായി മാറിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന പ്രചരണ മുദ്രാവാക്യം ശരിയായില്ല. അത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ P. രാജീവ് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ അത് മറ്റൊരു ബോധമാണ് സൃഷ്ടിച്ചത്. അവിടെയും കുറ്റം ജനങ്ങൾക്കാണ്. കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് പോലെ അൺഡു ചെയ്യാൻ ഇനി കഴിയില്ല. ഭാവിയിൽ ഇത്തരം സന്ദർഭങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും എന്ന കാര്യവും P. രാജീവ് ചൂണ്ടിക്കാട്ടുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ സർക്കാർ ഉടനടി നടപടി എടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങൾ നോക്കേണ്ടിയിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. അത് A. പത്മകുമാറുമായി ബന്ധപ്പെട്ടും K. വാസുവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ നടപടികൾ എടുക്കേണ്ടതായിരുന്നു. ഇപ്പോഴാണ് പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായത്. വാസുവിനെതിരെ നടപടിയെക്കുറിച്ച് ആരും ഇതുവരെ കേട്ടിട്ടുമില്ല. അവസാന 5 വർഷങ്ങളിൽ പാർലമെന്റ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ കനത്ത പരാജയം ഉണ്ടായപ്പോഴും പാർട്ടി പരിശോധിച്ചില്ല എന്ന ആരോപണം തെറ്റാണ്. തോൽവിയുടെ കാരണം പരിശോധിച്ച് എങ്ങനെ മാറ്റം വരുത്താമെന്ന് പാർട്ടി ചർച്ച ചെയ്തിരുന്നു. പക്ഷേ LDF ഭരണകാലത്തെ വികസന പ്രവർത്തനങ്ങൾ തോൽവിയെ മറികടക്കാൻ സഹായിക്കുമെന്ന് നേതൃത്വവും അംഗങ്ങളും ധരിച്ചിരുന്നു. എന്നാൽ ആ ധാരണ തെറ്റായിപ്പോയി എന്നാണ് രാജീവിന്റെ വാദം. EMSന്റെ ലോകം എന്ന ദേശീയ സെമിനാറിനോട് അനുബന്ധിച്ച് നവോത്ഥാനം, ജനാധിപത്യം, വികസനം എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് P. രാജീവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തോൽവിയെക്കുറിച്ച് സംസാരിച്ചത്. അതുപോലെ അമിത ആത്മവിശ്വാസം. ഇതിനകത്തെ മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ P. രാജീവ് അല്ലെങ്കിൽ നേതാക്കൾ കാണാതെ പോയ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന നിരവധി കാരണങ്ങൾ. ജനങ്ങൾ അകന്നു. ജനങ്ങൾ പാർട്ടി നേതാക്കളെ വെറുത്തു. പഴയ മുഖ്യമന്ത്രിയെ ജനങ്ങൾ അതിരൂക്ഷമായി നോക്കാൻ തുടങ്ങി. ഭയത്തോടെയല്ല, ഭയപ്പെടുത്തി നോക്കാൻ തുടങ്ങി. ജനങ്ങൾക്ക് ബാലറ്റ് പെട്ടിയിലൂടെ അല്ലെങ്കിൽ EVM-ലൂടെ മറുപടി നൽകാൻ കഴിയും എന്ന യാഥാർത്ഥ്യം പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും മറ്റ് നേതാക്കളും മന്ത്രിമാരും തോറ്റ മന്ത്രിമാരും ഒന്നും തിരിച്ചറിഞ്ഞില്ല. ഇവർ ഈ അധികാര മത്ത് പിടിച്ച് എന്തും കാണിക്കാം, പാർട്ടി ഏത് കാര്യത്തിലും കടന്ന് ഇടപെട്ട് എന്ത് രീതിയിലും ജനവിരുദ്ധത മാത്രം മുമ്പോട്ട് കൊണ്ടുവന്നു. വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അതിനപ്പുറം അവർക്ക് വെറുപ്പും വിദ്വേഷവും പാർട്ടിയോടും മുന്നണിയോടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറിയോടും മറ്റ് നേതാക്കളോടുമൊക്കെ ഉണ്ടായി എന്നുള്ള സിമ്പിളായ, വളരെ ലഘുവായ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിച്ചില്ല. എന്ത് പരിശോധിച്ചാലും യഥാർത്ഥ കാരണവും യഥാർത്ഥ സംഭവ വികാസങ്ങളും പരിശോധിച്ച് വേണം നടപടിയെടുക്കാൻ. രോഗത്തിനാണ് ചികിത്സ വേണ്ടത്. കൈക്ക് പൊട്ടലുണ്ടായാൽ കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ട് കാര്യമില്ല. ഇവിടെ ഇതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. ഇപ്പോഴും ജനങ്ങൾ പല രീതിയിൽ ചിന്തിച്ചു, തെറ്റിദ്ധരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ജനങ്ങൾ ശരിയായി ധരിച്ചു എന്നതാണ് സത്യം. ഈ സർക്കാർ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇനിയും അധികാരത്തിൽ വന്നാൽ തങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കാൻ, മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം, തങ്ങൾക്കൊന്നും ലഭിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം. കാരണം ഇവിടെ ഒരു പാർട്ടിയും പാർട്ടി പ്രവർത്തകരും പാർട്ടി ഗുണ്ടകളും പാർട്ടി കടന്നാക്രമണങ്ങളും ഏകാധിപതിയായ ഒരു മുഖ്യമന്ത്രിയും ഒക്കെ തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് തുടരും എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇനിയും CPM-ന് കഴിയാതെ പോയാൽ ഈ പാർട്ടി ഏത് പടികുടിയിലേക്ക് ചെന്നെത്തും എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ.